നിങ്ങൾക്കറിയാമോ, ചില സ്ത്രീകൾ ഒരു മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അറിയാതെ തന്നെ എല്ലാവരുടെയും കണ്ണുകൾ അവരിലേക്ക് തിരിയുന്നത്. പെൺകുട്ടികൾ അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നു, പുരുഷന്മാർക്ക് അവരുടെ ആകർഷണം തോന്നുന്നു. സമൂഹത്തിൽ എല്ലാവരും ഒരു ഹൈ വാല്യൂ വിമണിനെ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഒരാൾ യഥാർത്ഥത്തിൽ മുന്നിൽ വരുമ്പോൾ അവരുടെ സാന്നിധ്യം പലരെയും ഭയപ്പെടുത്തും, പലരെയും തങ്ങളുടെ ആരാധകരാക്കി മാറ്റും. ഈ എപ്പിസോഡിൽ ഒരു ഹൈ വാല്യൂ വിമണിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചർച്ച ചെയ്യും. ഇതൊരു സാധാരണ വീഡിയോ അല്ല, ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉള്ള ഒരു ഉൾക്കാഴ്ചയാണ്. ശ്രദ്ധയോടെ കാണുക, കാരണം ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. സ്വഭാവം നമ്പർ 1, ആഴത്തിലുള്ള ദയയും സ്നേഹവും. ഡീപ്പ് കൈൻഡ്നസ് ആൻഡ് ലവ്. മറ്റുള്ളവരുടെ ഹൃദയം കീഴടക്കിയ എത്ര വിമൻസിനെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? അവരെപ്പോഴും ദയയും സ്നേഹവുമുള്ളവരായിരുന്നു, അല്ലാതെ എപ്പോഴും ദേഷ്യപ്പെടുന്നവരോ പരിഭ്രാന്തരോ അല്ലെങ്കിൽ ലജ്ജയില്ലാത്തവരോ ആയിരുന്നില്ല. ദയ എന്നാൽ ഈ ലോകത്ത് ഓരോ വ്യക്തിയും ഓരോ നിമിഷവും ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നുപോകുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. ആഴത്തിൽ ഓരോ മനുഷ്യനും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്നേഹമാണ്. ഒരു ഹൈ വാല്യൂ വിമണിന് ഈ സത്യം നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹം വെറുപ്പിനേക്കാൾ ശക്തമാണെന്ന് ലോകത്തെ ഓർമ്മിപ്പിക്കാനുമുള്ള ഒരു സ്ഥാനത്ത് സ്വയം എത്താൻ കഴിയും. സ്വഭാവം നമ്പർ 2, കുടുംബത്തിലെ ഐക്യവും സൗന്ദര്യവും. ഫാമിലി യൂണിറ്റി ആൻഡ് ഗ്രേസ്. നമ്മുടെ സമൂഹം പണത്തെ ദൈവമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ദിവസം മുഴുവൻ കഠിനാധ്വാനം ചെയ്ത് പണം സമ്പാദിക്കുന്നത് ഒരു പുരുഷന്റെ സ്വഭാവമായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ഇന്ന് സ്ത്രീകളോട് പറയുന്നത്, പുരുഷന്മാർ ചെയ്യുന്നത് പോലെ കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മൂല്യമുണ്ടാകൂ എന്നാണ്. ഒരുപക്ഷെ ആ ജോലി അവരുടെ സ്വഭാവത്തിനോ കഴിവിനോ യോജിക്കാത്തതായിരിക്കാം. വിമൻസും പുരുഷന്മാരും പല കാര്യങ്ങളിലും വ്യത്യസ്തരാണ്. സ്വാഭാവികമായും നമുക്ക് വ്യത്യസ്ത താൽപ്പര്യങ്ങളും കഴിവുകളും ഉണ്ടാകും. എന്നാൽ ഒരു വിമൺ ഒരു പുരുഷന് തുല്യമല്ലെങ്കിൽ അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് ഈ ബ്രെയിൻ വാഷിംഗ് നമ്മളെ പഠിപ്പിക്കുന്നു. ഈ ബ്രെയിൻ വാഷിംഗ് സ്ത്രീകളെ കൂടുതൽ പുരുഷ സ്വഭാവമുള്ളവരാക്കി മാറ്റുകയാണ്. തുല്യതയെ അടിസ്ഥാനമാക്കിയുള്ള പ്രസ്ഥാനങ്ങൾ ഏത് അസന്തുലിതാവസ്ഥയെയാണോ ശരിയാക്കാൻ ശ്രമിക്കുന്നത്, അവർ ആ അസന്തുലിതാവസ്ഥയെ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മിക്ക വിമൻസും ഇന്ന് ജോലിസ്ഥലത്തും കരിയറിലും സംതൃപ്തി കണ്ടെത്താത്തത്. കാരണം ഇത് അവരുടെ സ്വാഭാവികമായ കഴിവുകൾക്ക് വിപരീതമാണ്. നിങ്ങൾക്കൊരു കരിയർ പാത പിന്തുടരാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഏറ്റവും ശക്തമായ ആയുധം നിങ്ങളുടെ സ്ത്രീത്വം ഉപേക്ഷിക്കരുത്. കാരണം ദേഷ്യത്തിനും അസ്വസ്ഥതയ്ക്കും പകരം ആകർഷണീയതയും മൃദുലതയും വാത്സല്യവും നൽകാൻ കഴിയുന്നത് ഈ സ്ത്രീത്വത്തിനാണ്. സ്വഭാവം നമ്പർ 3, ആകർഷകമായ രൂപം. ചാമിംഗ് അപ്പിയറൻസ്. ഒരു ഹൈ വാല്യൂ വിമണിന് താൻ ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുമെന്നറിയാം. അതുകൊണ്ട് തന്നെ തന്റെ ആന്തരിക വ്യക്തിത്വത്തിൽ ശ്രദ്ധ കൊടുക്കുന്നതിന് തുല്യമായി തന്നെ അവൾ തന്റെ രൂപത്തിലും ശ്രദ്ധ കൊടുക്കും. കാരണം മനുഷ്യർക്ക് അസന്തുലിതാവസ്ഥകൾ ഒട്ടും ഇഷ്ടമല്ല. ഒരാൾ ഉള്ളിൽ വളരെ നല്ല വ്യക്തിയാണെങ്കിലും പുറമേക്ക് വൃത്തിഹീനമായ വസ്ത്രം ധരിച്ചും ദുർഗന്ധം വമിച്ചും മോശം ശുചിത്വത്തോടെയും ഇരുന്നാൽ ആരും അവരുമായി അധികകാലം അടുത്തിരിക്കാൻ ആഗ്രഹിക്കില്ല. അതുപോലെ ഒരാൾ പുറമേക്ക് വളരെ സുന്ദരനാണെങ്കിലും ഉള്ളിൽ സ്വാർത്ഥനും പിശുക്കനും ആക്രമണകാരിയും അല്ലെങ്കിൽ ലജ്ജയില്ലാത്തവനുമാണെങ്കിൽ അങ്ങനെയുള്ളവരുമായും ആരും ദീർഘനാൾ അടുത്തിരിക്കില്ല. അങ്ങനെയുള്ളവർ ഒട്ടും പ്രചോദനം നൽകുന്നവരുമായിരിക്കില്ല. അതുകൊണ്ട് ഒരു ഹൈ വാല്യൂ വുമണിന് വ്യക്തിപരമായ ശുചിത്വം, ശരീരഭാഷ, മേക്കപ്പ്, വസ്ത്രധാരണം എന്നിവയെല്ലാം വളരെ പ്രധാനമാണ്. സ്വഭാവം 4, എളുപ്പത്തിൽ നേടാൻ കഴിയാത്ത സ്വഭാവം. ഒരു സാധാരണ സ്ത്രീയെ സമീപിക്കാൻ പുരുഷന്മാർക്ക് വളരെ ചെറിയ തടസ്സങ്ങൾ മാത്രമേ നേരിടേണ്ടി വരുന്നുള്ളൂ. എങ്കിൽ ഒരു ഹൈ വാല്യൂ വിമണിനെ നേടാൻ എല്ലാ പുരുഷന്മാർക്കും കഴിയില്ല. ഇതിന് 2 കാരണങ്ങളുണ്ട്: ആത്മാഭിമാനവും സാമൂഹികമായ സ്വാധീനവും. ഒരു വിമണിന് ആത്മാഭിമാനം വളരെ കുറവാണെങ്കിൽ അവൾ ശ്രദ്ധ നേടാൻ വേണ്ടി സ്വയം ഔട്ട്സോഴ്സ് ചെയ്യും. അല്ലെങ്കിൽ ലൈംഗിക ബന്ധങ്ങളോ സാധാരണ ബന്ധങ്ങളോ വളരെ സാധാരണമാണെന്ന് അവരെ ചുറ്റുമുള്ളവർ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ അത് അവരുടെ മൂല്യം കുറയ്ക്കും. ഒരു ഹൈ വാല്യൂ വിമൺ എളുപ്പത്തിൽ വഴങ്ങുന്നവളായിരിക്കില്ല. സ്വഭാവം 5, മികച്ച സാമൂഹിക കഴിവുകൾ. ഓരോ ഹൈ വാല്യൂ വിമണിനും ആളുകളുമായി എങ്ങനെ ഇടപഴകണമെന്ന് കൃത്യമായി അറിയാം. അവർക്ക് സ്വന്തമായ അതിരുകളുണ്ട്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവർക്ക് സ്വയം ബുദ്ധിമുട്ടിക്കേണ്ടി വരുന്നില്ല. ഈ ഗുണം ഒരു വിമണിന് വളരെ പ്രധാനമാണ്. കാരണം വിമൺ സ്വാഭാവികമായും വളരെ വഴങ്ങുന്ന സ്വഭാവമുള്ളവരാണ്. ചെറുപ്പം മുതലേ അവർക്ക് സാമൂഹിക ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള ഒരു കഴിവുണ്ട്. ഇത് മറ്റു പല ജീവികളിലും കാണപ്പെടുന്നുണ്ട്. വിമൺ അവരുടെ നിലനിൽപ്പ് വർദ്ധിപ്പിക്കുന്നതിന് സാമൂഹിക ശൃംഖലകൾ ഉണ്ടാക്കുന്നു. ഏറ്റവും പ്രശസ്തരും സുന്ദരികളും ദയുള്ളവരുമായ വിമൺസാണ് ഈ ശൃംഖലകളുടെ തലപ്പത്തെത്തുന്നത്. സ്വഭാവം 6, ആരോഗ്യവും ഊർജ്ജസ്വലതയും. ഒരു വ്യക്തിയുടെ ആരോഗ്യം അവരുടെ മുഖത്തും ഊർജ്ജത്തിലും പ്രകടമാണ്. ഒരു വിമൺ ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുകയാണെങ്കിൽ
വ്യായാമം ചെയ്യുകയാണെങ്കിൽ, തന്റെ ചർമ്മത്തെയും മുടിയെയും നഖങ്ങളെയും പരിപാലിക്കുകയാണെങ്കിൽ അത് അവൾക്ക് സ്വയം സ്നേഹമുണ്ടെന്നതിന്റെ അടയാളമാണ്. ഒരു വിമൺ താൻ എന്ത് കഴിക്കുന്നു, എപ്പോഴുറങ്ങുന്നു, എത്രത്തോളം മടിയുള്ളവളാണ് എന്നതിലൊന്നും ശ്രദ്ധിക്കാതിരുന്നാൽ അതിനർത്ഥം അവൾക്ക് സ്വയം ശ്രദ്ധയില്ല എന്നാണ്. ഈ ഗുണം ഒരിക്കലും ഒരു ഹൈ വാല്യൂ വിമണിനുണ്ടാകില്ല. സ്വഭാവം 7. പോസിറ്റിവിറ്റിയും പ്രചോദനവും. പോസിറ്റിവിറ്റി എന്നാൽ ഒരു വിമൺ എപ്പോഴും ചിരിച്ച മുഖവുമായി നടക്കുന്നു എന്നല്ല അർത്ഥം. ആരെങ്കിലും മോശം പറഞ്ഞാൽ അവൾക്കൊന്നും പറയാൻ കഴിയില്ല എന്നുമല്ല. മറിച്ച് പോസിറ്റിവിറ്റി എന്നാൽ ലോകത്തെ ഒരു നെഗറ്റീവ് വെളിച്ചത്തിലല്ലാതെ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെയുള്ള കാഴ്ചപ്പാടോടെ കാണുക എന്നതാണ്. അങ്ങനെയുള്ള വിമൻ ആളുകളുടെ കണ്ണിൽ വളരെ ശക്തരും പ്രചോദനം നൽകുന്നവരുമായിരിക്കും. കാരണം അവരുടെ പോസിറ്റിവിറ്റി മറ്റുള്ളവരെ അവരുടെ നിരാശയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരും. മറ്റുള്ളവരുടെ ഹൃദയത്തിൽ പ്രതീക്ഷ വളർത്തുന്ന ഏതൊരു വിമണും അവരുടെ കണ്ണിൽ ഒരു ഹൈ വാല്യൂ വിമണായിരിക്കും. ഈ സ്വഭാവങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ നിങ്ങളെ ആരും നിസ്സാരമായി കാണില്ല. നിങ്ങൾ എവിടെ ചെന്നാലും ശ്രദ്ധയാകർഷിക്കുന്ന, ബഹുമാനിക്കപ്പെടുന്ന, പ്രചോദനം നൽകുന്ന ഒരു ഹൈ വാല്യൂ വിമണായി മാറും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളും അറിയണം എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്യുക. ഈ 7 സ്വഭാവങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമെന്ന് തോന്നിയത്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വരുത്താൻ പോകുന്ന ആദ്യത്തെ മാറ്റം എന്തായിരിക്കും? താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമന്റും ഞങ്ങളെ കൂടുതൽ മികച്ച കണ്ടന്റ് ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നു. കൂടുതൽ രഹസ്യങ്ങളിലേക്കും ഉൾക്കാഴ്ചകളിലേക്കും നിങ്ങളുടെ വഴിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ നിങ്ങളുടെ മൂല്യം അറിയുക, നിങ്ങളുടെ ശക്തി നിയന്ത്രിക്കുക.